നമസ്കാരം, അസ്സലാമു അലൈക്കും. സൈബർ സെല്ലിൻ്റെ വർഷാപ്പേരുടെ പരാതിക്ക് കൊടുത്ത വർഷാപ്പേര് നുണ പ്രചരിപ്പിച്ച് ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ വർഷാപ്പ്, അതായത് കാറ് വർഷാപ്പ്. അപ്പോൾ സൈബർ പരാതി ഡൽഹിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിലെ പോലീസ് മോശമാണ്, ഇവിടെ ഭരണമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നുള്ളത്. അത് അനന്തരം നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത് ഇവിടുത്തെ നടപടിക്രമം ചിലവർ പോലീസിനെ തന്നെ കളിയാക്കുന്നുണ്ട്. പോലീസ് ഞങ്ങളുടെ മയില് പറിക്കൊന്നുമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. കേരള പോലീസ് ഈ കുറ്റം ചെയ്യണമല്ലോ മയില് പറിക്കൂലല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ അടുത്ത് തെളിവൊക്കെ ഉണ്ട് കേട്ടോ, അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പോലീസ് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരം എന്ന് പറയാം. അത് തുടർന്ന് തന്നെ പോട്ടെ, അധികം താമസിക്കാണ്ട് ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഇവിടെ ഇതൊക്കെ തന്നെ ഇവിടെ അവർ ചെയ്യുള്ളൂ. കാരണം മറ്റൊന്നും ചെയ്യാൻ അവർക്ക് നട്ടലില്ല, ബുദ്ധിയില്ല. അപ്പോൾ ഈ ആദ്യ സംവിധാനങ്ങളാണ്. നിങ്ങൾക്കൊരാൾക്ക് കഷ്ടകാലത്തിനൊന്ന് പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ ഒരു പേപ്പട്ടി കടിച്ചു മരണം, അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം നീർക്കെട്ട സൂക്കടുണ്ടായി നിങ്ങൾക്ക് മരണം, അതിന് 10,000 കോടി ഉറുപ്പിക നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കോളി. ഞാൻ ആസ്പത്രിക്കാരായിട്ട് പിടിച്ച് പരസ്യമായിട്ട് കുറ്റം പറയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നൊക്കെ മാറി നിൽക്കുന്ന പറയാനൊക്കെ എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ അമ്മായിയുടെ മകൻ സുക്കൂർ പിന്നെ 2 കിഡ്നിയും പോയി. 2 കിഡ്നിയും പോയിട്ട് പിന്നെ എന്തോ പ്രാർത്ഥന കൊണ്ട് 60 കൊല്ലം ജീവിച്ചു. പോയിട്ട് അങ്ങനെ ആരും ജീവിക്കലില്ല. കിഡ്നി പോയി എന്ന് പറഞ്ഞാൽ അതിന് താമസിക്കാണ്ട് മരിക്കില്ല. അതുപോലെ ഇതിൻ്റെ അയലക്കത്തെ 2-3 കേസ് ഇതുപോലെ നട്ടല് മുറിച്ച കേസൊക്കെ ഈ പറയുന്ന വൈദ്യ ഡോക്ടറെ എടുത്തും ഈ MES ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുത്തു തന്നെയാണ്. അവരിന്ന് ഇരിക്കുന്നുണ്ട്. EMS ഉണ്ട്. 60 കൊല്ലമായിട്ട് ഇരിക്കുന്നുണ്ട്. നട്ടല് മുറിഞ്ഞിട്ടേ ഒന്നും നേരാക്കിയില്ല, നേരാവില്ല. ഇതൊക്കെ നിങ്ങൾ അറിയണം. നേരാക്കിയിട്ടുമില്ല, നേരാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരും. ഞാൻ അവരെ കുറ്റം പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷേ എന്നെ കൊണ്ട് മറ്റുള്ളവർ പറയിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? അതുപോലെ ഒരാളുടെ കിഡ്നി ഇതുവരെ ഇംഗ്ലീഷ് മരുന്നേരം നന്നാക്കിയെടുത്തിട്ടില്ല. ഞാനെൻ്റെ തെക്കുമുറിയിലെ ആ ഹോട്ടലിൻ്റെ തൊട്ടുള്ള മഹമ്മദാജിയോട് ചോദിച്ചു, അല്ല ആചാര്യ നമുക്ക് ഇവൻ്റെ കിഡ്നി നന്നാക്കിയെടുത്തോളൂ. ഇതുവരെ ചെയ്തതിൻ്റെ തെളിവൊക്കെ കൊണ്ടാന്ന്. തെളിവൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ തെളിവിനെ കുറിച്ച് നമ്മളൊന്ന് പറയാൻ തോന്നും. പറഞ്ഞാൽ ഈ പറയണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താ പറയണ്ടെന്ന് പറഞ്ഞ് ആ ഓപ്പറേഷൻ 2 കിഡ്നി മാറ്റി വെച്ച് 200 ലക്ഷം രൂപയും മുടക്കി എന്തുണ്ടായി? 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആൾ മരിച്ചു. അപ്പോൾ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അത് ഇതിന് മാത്രമല്ല, എല്ലാ ഓപ്പറേഷൻ കേസും അങ്ങനെയാണ്. ചിലവർക്ക് 50,000 ഓപ്പറേഷൻ ചെയ്താലും ഒന്നും പറ്റില്ല കേട്ടോ. ഞാൻ നൗസാദ് വൈദ്യരുടെ ജ്യേഷ്ഠനെ കുറിച്ചാണ് പറയുന്നത്. നൗസാദ് വൈദ്യർ ജ്യേഷ്ഠന് 50,000 ഓപ്പറേഷൻ ചെയ്തിട്ടും ബാക്കിയാണ്. മരിച്ചിട്ടുമില്ല, ജീവനുമില്ല. ഇനിയിപ്പോൾ അടുത്തൊന്നും മരിക്കുമില്ല, ജീവിക്കുമില്ല. എന്തൊരു കഷ്ടമായി പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മോശമെന്ന് പറയണ, പിന്നെ മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ കുറേ മോശമുള്ള ആളുകളുണ്ട്. അവർക്ക് ഇതിലേക്കും വലിയ ദ്രോഹം പടച്ചോൻ നേരിട്ട് നൽകട്ടെ. കാരണം ഞാൻ 5 വക്ത് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വെറുതെ വരില്ല. ഇപ്പോൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ അതേ വരുള്ളൂ, അപ്പുറമുള്ളതൊന്നും വരില്ല. ഞാൻ വന്നിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് പോകും. ഇപ്പോൾ നമ്മുടെ പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കട്ട് ചെയ്തപ്പോൾ നാട്ടിലെന്തായെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടലുകളൊക്കെ പൂട്ടിരിക്കുക, ഗ്യാസ് കംപ്ലീറ്റ് ഓഫാണ്. അതിനെ കുറിച്ചിട്ടൊന്നും ചുറ്റുപാടൊന്നും പറയാനോ ഇടയ്ക്കെന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്തിടാനോ പറ്റില്ല. അത് വളരെ നല്ല കാര്യമാണ്. കാരണം നാട്ടുകാർ മൊത്തം ചാവണം. ഇതൊക്കെ ചെയ്തത് ആരാന്നറിയാം? നമ്മുടെ ഈ വർഷാപ്പേര്, എൻ്റെ ഈ ഇരിക്കുന്നതിൻ്റെ 4 പുറത്തുള്ള വർഷാപ്പേര്. ഇത് കൊപ്പം സെൻറ്ററിലുള്ള കാര്യമാണ്. ഇവിടെ പണ്ട് തന്നെ തീവ്രവാദികളുടെ ബന്ധം വല്ലാതുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷെ അവർ ഇങ്ങനെ കയറി ആക്രമിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ ഇരുന്നിട്ട് ഒരു നടയും കൊണ്ട് ഞാൻ പോവില്ല, അത് ഉറപ്പാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും തുടർന്ന് പോകുക തന്നെ വേണം. അപ്പോൾ പിന്നെ ഈ മഞ്ഞപ്പിത്തുള്ള ആളുകൾ, ഷുഗർ വന്ന് കാല് മുറിച്ച് കളയേണ്ടവർ, നിങ്ങൾക്ക് രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ചികിത്സ ചെയ്യേണ്ടി വരും. അത് പട്ടി കടിച്ച് പാമ്പ് കടിച്ച് മരിച്ചാൽ
4 മണിക്കൂർ നേരം കൊണ്ടാണ് മരുന്ന് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചിലവൊക്കെ വരും. നിങ്ങൾ ഈ അമ്പായക്കളി കളിക്കാനൊന്നും ചെയ്യണ്ട. 200 ലക്ഷം അപ്പുറം കൊടുത്തിട്ട് ഒരു 4 ലക്ഷം റുപ്യ എനിക്ക് മരുന്നിന് ആവശ്യമുള്ളതിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്തം ചെയ്യാനുള്ളൂ. അതൊന്നും മുഴുവൻ നടക്കില്ല. നിങ്ങൾ മരിച്ച ആയിരിക്കാൻ പോയി? നിങ്ങളെ മരിപ്പിക്കാനുള്ള കാരണം ഇവിടുത്തെ ഈ വർഷാപ്പേര് ചെയ്താണ്. നിങ്ങളിപ്പോൾ ചെയ്ത ആയിരിക്കും പോയി? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഓക്കെ.